അലി അക്ബർ സംവിധാനം ചെയ്ത് ജഗദീഷും ജഗതിയും രാജൻ പി ദേവുമെല്ലാം തകർത്തഭിനയിച്ച ആ മുഴുനീള കോമഡി ചിത്രം ഓർമ്മയില്ലേ? 1997 പുറത്തിറങ്ങിയ ജൂനിയർ മാൻഡ്രാക്ക്. ആ ചലച്ചിത്രത്തിന്റെ കഥാഖ്യാനത്തെ മുന്നോട്ട് നയിക്കുന്ന ജീവനില്ലാത്ത മുഴുനീള കഥാപാത്രമാണല്ലോ ജൂനിയർ മാൻഡ്രാക്ക്. സന്തോഷത്തോടെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവരുടെ കഷ്ടകാലമാണ്. സമീപകാല രാഷ്ട്രീയ കോമഡിയിൽ അത്തരമൊരു കഥാപാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. നിലമ്പൂർ മുൻ MLA. LDF പാളയത്തിൽ നിന്നപ്പോൾ എന്നും തലവേദനയായിരുന്നു. ഇപ്പോൾ LDF വിട്ടു. UDF കഥയറിയാതെ പെരുത്ത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ആ മുന്നണിയുടെ അവസ്ഥ മർക്കടസ്യ സുരാപാന എന്ന നിലയിലായി. അത്യന്തം കുഴപ്പം നിറഞ്ഞ കുരങ്ങന്റെ ഉള്ളിൽ മദ്യം കൂടിയായാലോ? സ്വതവേ പൊട്ടലും ചീറ്റലുമായി ആടിയാടി ഉലയുന്നിടത്തേക്കാണ് ഈ ജൂനിയർ മാൻഡ്രാക്കിന്റെ വരവ്. പക്ഷെ സിനിമയിലെ മാൻഡ്രാക്കിനെ പോലെയല്ല ഈ മാൻഡ്രാക്ക്. ഉത്തരം താങ്ങുന്ന പല്ലിയാണ്. ഞാനില്ലെങ്കിൽ ഉത്തരം പൊളിഞ്ഞ് താഴെ വീഴുമെന്ന മനോരാജ്യത്തിലാണ്. ഈ ഭൂഗോളമാകെ കറങ്ങുന്നത് തൻ്റെ ഉള്ളം കയ്യിലാണെന്ന ഭാവം. ഏതായാലും UDF നേതാക്കൾക്ക് കുറേശ്ശെ കാര്യം പിടിയിട്ട് തുടങ്ങി. സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കേണ്ടെന്ന് ഏതാണ്ട് തോന്നി വരികയാണ്. രക്ഷപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ LDF ആണ്. അതേസമയം ലാഭം മാൻഡ്രാക്കിനാണ് എന്നും പറയാം. LDFിൽ നിന്നും പുറത്താകും വരെ ഈ UDF നേതാക്കളും വലതുമാധ്യമങ്ങളും ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആവിയായി. അതുമാത്രമോ, അഴിമതിക്കെതിരായി കുരിശുയുദ്ധം നയിക്കുന്ന മഹാനുമായി. അതിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ? ആദ്യത്തേത് ഒരു കൊലക്കേസ്. മലപ്പുറം അരീക്കോട് യൂത്ത് ലീഗ് പ്രവർത്തകൻ മനാഫിന്റെ കൊലക്കേസിൽ PV അൻവറിന് പങ്കുണ്ട് എന്നാണ് ആരോപണം. 1995 സംഭവം. കേസിൽ 2ാം പ്രതിയായിരുന്ന അൻവറിനെ വിചാരണ കോടതി വിട്ടയച്ചു. ഇതിനെതിരെ സംസ്ഥാന സർക്കാരും കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരനും നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. രണ്ടാമത്തേത് അൻവറും കുടുംബവും കൈവശം വെച്ച അനധികൃത സ്വത്ത്. കോടതി നിർദ്ദേശപ്രകാരം താമരശ്ശേരി ലാൻഡ് ബോർഡ് നടത്തിയ പരിശോധനയിൽ അൻവറും കുടുംബവും 6.24 ഏക്കർ അനധികൃതമായി കൈവശം വെച്ചെന്ന് കണ്ടെത്തി. നമ്പർ 3, കോഴിക്കോട് കക്കടംപൊയിൽ നിയമം ലംഘിച്ച് മലയിടിച്ച് തീം പാർക്ക് നിർമ്മിച്ചു. നമ്പർ 4, ക്വാറി ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് മലപ്പുറം സ്വദേശിയിൽ നിന്ന് 50 ലക്ഷം തട്ടി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വഞ്ചനാകുറ്റം ചുമത്തപ്പെട്ട അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പോലീസ് ഇത് സിവിൽ കേസാക്കി മാറ്റിയെന്നായിരുന്നു മാധ്യമ പ്രചാരണം. ഇതിനെതിരെ എതിർകക്ഷി പരാതി നൽകിയിട്ടുണ്ട്. നമ്പർ 5, കോഴിക്കോട് കക്കടംപൊയിൽ തന്നെ PVR നാച്ചുറോ എന്ന പേരിൽ അനധികൃത റിസോർട്ടും കാട്ടരുവിയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി അനധികൃത തടയണയും നിർമ്മിച്ച കേസ്. നമ്പർ 6, MLA ആയിരിക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആഫ്രിക്കൻ മരുഭൂമിയിലേക്ക് മുങ്ങിയതിനെ കുറിച്ചുള്ള കഥകൾ. ഇങ്ങനെ പല ആരോപണങ്ങളാലും കളങ്കിത വ്യക്തിത്വമായി മാധ്യമങ്ങളും വലതുപക്ഷവും മുദ്ര ചാർത്തിയയാളെ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് മാധ്യമങ്ങൾ നന്മയുടെ ഗംഗയിൽ മുങ്ങിക്കുളിപ്പിച്ച് ഈ ആരോപണങ്ങളിൽ നിന്നെല്ലാം മുക്തനാക്കി പരിശുദ്ധനാക്കി. ഇതെല്ലാമായിട്ടും മാൻഡ്രാക്ക് UDFിന്റെ സന്തോഷമാകുന്നില്ല എന്ന് മാത്രമല്ല, സങ്കട കണ്ണീരുമാകുന്നു. കേരള രാഷ്ട്രീയത്തിലെ ജൂനിയർ മാൻഡ്രാക്ക് UDF പാളയത്തിൽ നീണാൾ വാഴട്ടെ.